അവരെവിടെ പറഞ്ഞില്ല, അവരുടെ വാളിട്ട് പൊട്ടിക്കണ പടക്കം. ഹരിയേട്ടാ, തൊമ്മൻ ജയിപ്പിക്കുവോ? ആ തമ്പുരാൻ അറിയാടാ. ഇവൻ എന്റെ കടന്ന് കാണിക്കുന്നേ. രണ്ട് ബോളും ഉണ്ട്. ഞാൻ ഔട്ടാ ഉണ്ടായിരുന്നല്ലേ. നിങ്ങൾ അറിഞ്ഞാല് ഇത് തന്നെയല്ലേ കാണിക്കാൻ പോന്നേ. ഹരിയേട്ടാ, ഇനി തോറ്റ് കഴിഞ്ഞാൽ എന്റെ പൈസയിലോട്ട് കൊടുക്കാൻ. എടാ പൈസ വന്നു, നാണക്കേടല്ലേടാ. ശരിയാ, ഒരു കളിയാലും ജയിക്കണം ഹരിയേട്ടാ. സിമ്പിൾ ആയിട്ട് കളിച്ചാ മതി, പിള്ളേരാണ് ജയിക്കാൻ പറ്റും. പൊന്നതിൽ എന്റെ വായിലേക്ക് കൂട്ടം അങ്ങോട്ട് വന്നു കഴിഞ്ഞാ ഞാൻ ജയിപ്പിച്ചോളാം. കണ്ടാ മതി. എങ്ങോട്ടൊക്കെ വല്ല നടക്കൂടാ. ഞാൻ ജയിപ്പിച്ചോളാം. നീ ഓടിക്കോ. ഓടിക്കണേ. കൊണ്ട ഓടിക്കോ. ആ അടിയടാ. അടി 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 അടി. എടാ അമ്മ, ഒരു ബോളെ 2 റൺസ് എടുക്കണം. നീ ഓടണേ. ആരോട് പറയാൻ കേട്ടോ? അവന് ഓടും. പെട്ടെന്നാ തോന്നണേ. കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് നിക്കാം. 1 2 3 ഒരു പറമ്പ് വരെ പിള്ളേരാണ് ദൈവമേ. ആട്ടെ അല്ല ക്രിക്കറ്റിൽ എന്തൊക്കെ കാണിക്കുന്നില്ല. 4 2 എന്താ നീ എന്താണ് ഈ വരലും പുള്ളളിക്കാണ്ടൊന്ന് കളിക്കണോന്ന്? എന്തിയാ എടാ നിനക്ക് വല്ല കക്കൂസി പോകാൻ പറ്റണ്ടതില്ലേ? നീ എന്ത് കാണിക്കണന്ന്? അതല്ല എന്താണ് പറയണത്? ഒന്ന് ബാറ്റ് ചെയ്യടാ. എന്താണ് എടാ നീ ഒന്നും ചെയ്യണ്ട. പിന്നെ ഇല്ലാണ്ടിരിക്കണോന്ന്. അതെ 2-2 കൂടെ മുട്ടേനും മുട്ടിലും ഓടിക്കോ. എന്തൊക്കെ നല്ല അടിച്ചോണം കേട്ടോ. ഒന്ന് നോക്കട്ടെ, അടിച്ചു പൊളിച്ചോ. ജയിച്ചടാ പറഞ്ഞ പോലെ കേട്ടോ. ഓടിക്കോ, അടിച്ചു പൊളിച്ചോ. സാറല്ലടാ, നമുക്ക് അടുത്തേല് പിടിക്കാം. ഒരു കളി ജയിച്ചേനാ അവന്മാരെ പട്ടി ഷോ. എന്താടാ തോറ്റു പോയല്ലേ പാവങ്ങള്. പൈസ എടുക്ക്, ഞങ്ങൾ കളി ജയിച്ചു. നിങ്ങളാകെ ഈ ഒരു കളിയില് ജയിച്ചോളൂ. ഒരു കളി ജയിച്ചാ മര്യാദക്ക് പൈസ എടുക്ക്. തമാശ കളിക്കാണ്ട് പൈസ അത് ഞങ്ങൾക്ക് പൈസ തരൂടാ. നമ്മൾ തമ്മിൽ കളിയില്ലേ? അതെ. നിങ്ങക്ക് എത്ര രൂപ വരാറുണ്ട്? 250. അതെ ക്രിസ്മസ് എന്നാ 25 ക്രിസ്മസ് ആയിട്ട് നിങ്ങളുടെ പൈസ എന്നാ ഞങ്ങൾ അപ്പോഴേ തരൂ. ഓ അങ്ങനെയാണല്ലേ. അങ്ങനെയാണ്. നീ ഇതവിടെ പോയി കിടക്കുമായിരുന്നു. തന്നില്ല നിനക്ക് വന്നിട്ടേ കണ്ടു കോൺസെർട്ട്. എന്നാ നിന്റെ ഒക്കെ ബാറ്റ് എനിക്കെന്തിനാ പണ്ടാറടങ്ങ. ഇന്ന് തോറ്റല്ലേ വിനിക്കുട്ടാ? തോറ്റോന്നാ ആരി? ഇന്ന് ജയിച്ചടോ. അതെങ്ങനെ? ഞാനില്ലാതെ നീ ഉണ്ടേ ഇന്നും തോറ്റേനെ. കള്ള വിനിക്കുട്ടാ, നീ എന്നെ ഒരുപാട് ഇട്ടങ്ങ ആക്കല്ലേ. ഡാ നിർത്തിയേ. ക്രിസ്മസ് അല്ലേ വന്നത്, സാധനം വാങ്ങണ്ടേ? പ്ലാൻ വല്ലതുണ്ടാ? അതിലത് ചോദിക്കാനാ ഞാൻ ഇവിടം വരെ വന്നേ. നിങ്ങളുടെ പ്ലാനിങ് എന്താന്ന് വെച്ചാ പറയേ. ഞാൻ ഇപ്പോഴേ പറയുവാ, അടിക്കുവാണെങ്കിൽ നല്ല സ്ഥിര സാധനം ഒന്നും പറ്റത്തില്ല. നല്ല കിണ്ണം കാച്ചി സാധനം. ഈ കിണ്ണം കാച്ചാനായിട്ട് പൈസ ഉണ്ടാ? എടാ ഞാനിപ്പോ പറയുന്നേ, തൽക്കാലം നമുക്ക് ചെറിയ ബ്രാൻഡ് വല്ലതും എടുത്ത് അടിക്കാടാ. പറ്റില്ല ചേട്ടാ, എടുക്കുവാണോ നല്ല കൂടിയ സാധനം എടുക്കണം. അല്ല ഞാൻ ഈ പരിപാടിക്ക് വരികയല്ല. ഒരു
നല്ലൊരു സാധനം എടുക്കണമെങ്കിൽ മിനിമം 3000 രൂപയെങ്കിലോ. ഇവിടെ ഒരു ബോൾ വാങ്ങിക്കാൻ പിരിവിടാൻ നിന്റെയൊക്കെ കൈ കാശുണ്ടോ? ഉണ്ടാ ഉണ്ടാ? അടിക്കുകയാണെങ്കിൽ നല്ല സാധനം തന്നെ അടിക്കണം. മറ്റന്നാളാണ് ക്രിസ്മസ്. നമുക്കൊരു കരോള് പഴയതുപോലെയാണ് സെറ്റ് ചെയ്തത്. അത് നടക്കത്തില്ല. അത് നടക്കൂല. നടക്കും. കഴിഞ്ഞ പ്രാവശ്യം പോയത് ഓർമ്മയുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും? പ്രാവശ്യം പോയാ ആ നീ ഇല്ലായിരുന്നല്ലോ. ദേണ്ടി ഈ വെകളി പിടിച്ചവനെ കൊണ്ട് ജോർജ് ഏട്ടന്റെ വീട്ടിൽ വെച്ചല്ലടാ. ജോർജ് ഏട്ടന്റെ വീട്ടിൽ വെച്ചല്ലേ? ആ അവിടെ വെച്ച് തന്നെ. ഇവരുണ്ടല്ലോ അവിടെ ചെന്നിട്ട് പടക്കം എടുത്തൊരു ഏറ് എവിടാ ചെന്ന് വീണേന്നറിയാ? പുൽക്കൂട്ടില്. പുൽക്കൂട് മാത്രമല്ല കത്തിയ, അവരുടെ വീടും കൂടെ കത്തിയത്. അവസാനം ആ പ്രദേശം മുഴുവൻ അവിടുന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് നല്ല ഓർമ്മയുണ്ടല്ലോ. ഉണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞ. അപ്പൊ പിന്നെ വേറെ വഴി പറയുന്ന വേറെ വഴി ഉടനെ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് കൊണ്ടുവരാനാ. നല്ലൊരു പരിപാടി എന്ന് പറയുന്നത് ഇതായിരുന്നു. അപ്പൊ നല്ല പരിപാടി ഇതാണല്ലോ. അപ്പോഴേ ഈ തോണ ഒരു പ്രശ്നമില്ലാതെ ഞാൻ നോക്കിക്കോളാം ഇവനെ. കേട്ടല്ലോ വിനൂട്ടാ? നീ ഏറ്റല്ലോ. ആ ഞാൻ ഏറ്റു. ഓക്കെ. കരോളുടെ സാധനം ആര് സെറ്റ് ആക്കും? പാപ്പയുടെ മോമുടിയും ഡ്രസ്സും അല്ലേ, അത് ഞാൻ റെഡിയാക്കാം. മതി. പക്ഷേ ഒരു കാര്യമുണ്ട്. ആര് പപ്പാനിയാവും? അത് നമ്മുടെ വിനുക്കുട്ടൻ. ഞാനും പോകത്തില്ല. പിന്നെ വേറെ ആരാവും? ഒന്ന് പോയേ, എനിക്ക് വേറെ പണിയുണ്ട്. നിങ്ങൾ അടി കൂടണ്ട. പപ്പാന് ഞാൻ ആയിക്കോളാം. എനിക്കാകുമ്പോ പിന്നെ അത്യാവശ്യം സ്റ്റെപ്പൊക്കെ അറിയാലോ. ഇവന്മാരെ കൊണ്ട് കീപ്പറെ നീ നിന്ന് ഉറങ്ങണോടാ? എടാ ക്രിസ്സേ, നീയൊക്കെ നാളെ ഞങ്ങളുടെ കരോളിന് വരണ്ടോ? ഒന്ന് പോയടാ, ഞങ്ങളൊന്നുമില്ല നിന്റെ ഒക്കെ കൂടെ. നീയൊക്കെ പണ്ടേ ഉടായിപ്പാ. ഇതിനൊക്കെ വല്ല കാര്യോടാ. എന്നെ മാത്രമല്ല നീയൊക്കെ എന്നാ പറഞ്ഞത്. ആളില്ലാതെ. ആ ജാക്സാ ജാക്സണാ എവിടെ? എന്താ പരിപാടി? നാളെ നമ്മള് കരോളിന് ഇറങ്ങാം കേട്ടോ. ജാക്സാ നീയും കൂടെ ഉണ്ടാവണേ. ബ്രോ നാളെ വേറെ കുറച്ച് പരിപാടീസ് ഉണ്ട് ബ്രോ. പാർട്ടീസ്, വൈബ്സ്, ചിക്സ്, ഡ്രിങ്ക്സ്, റാപ്പ്. എന്താണ് ബ്രോ ഈ നാട്ടിലെ പ്രധാനപ്പെട്ട റാപ്പർ അല്ലേ? പിന്നെ ന്യൂ ഇയർ അല്ലേ ബ്രോ, കൈൻഡ് ഓഫ് ബിസി. എടാ നീ വലിയ റിസ്ക് എടുത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ വന്നായി, ഞങ്ങൾക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. അല്ലടാ കരോളിന് നമുക്കൊരു റാപ്പ് സോങ്ങിന് ഇടയ്ക്കാക്കിയല്ലോ. അത് പൊളിക്കും. റാപ്പൊന്നും വേണ്ട, നാളെ നീ ചുമ്മാ ഒന്നാ മതി. സീനില്ല, നമുക്ക് സെറ്റ് ആക്കാം ബ്രോ. നമുക്ക് പൊളിക്കാം. അപ്പൊ എല്ലാം സെറ്റ് അല്ലേ? അപ്പൊ നാളെ വൈകുന്നേരം വരം 10. ഓക്കെ സെറ്റ്. കരോളടിച്ച് പൊളിക്കാനുള്ള ഇതെന്റെ എടാ അന്തരീക്ഷം നോക്കട, തണുപ്പുണ്ടറ പറ്റല്ലടാ. ഞാൻ കുറച്ചേരം വെച്ചിട്ട് വരണ. എടാ വല്ല തണുപ്പടിച്ച് പനി ഓടിച്ച അമ്മനെ ചീത്തറി കൂടെ അതിൽ അലമ്പല്ലടാ. അയ്യമ്മ ചീത്ത പറയുന്ന. എടാ നിനക്ക് എത്ര വയസ്സായി? അമ്മ ചീത്ത പറയുന്നു. എന്നാ പോയി വീട്ടിൽ അമ്മയുടെ മടി കിടക്ക്. അയ്യേ പിള്ളേരെല്ലാം കഷ്ടമുള്ളവൻ. എടാ ചിമ്മിണി ഇരുക്കുട്ട, നിങ്ങൾക്ക് പൊക്കോളാ, ഞാൻ വന്നില്ല. എവിടെ ചത്തോളാ. അയ്യോ ഇവൻ നീ ഒരാണാണോ? നീ തിന്നു നീ. എനിക്ക് പനി ഒന്നും ആര് നോക്കാൻ? എന്തുവാടാ അവിടെ? എടോ എനിക്ക് തൊപ്പ് തന്നെയുള്ളവൻ. എടാ തൊപ്പിക്കണോ കിടന്ന് നീ വെള്ളം വെക്കുന്നേ? എന്നാ പിടി ഇപ്പോ. സമാനമായിട്ട് മൂത്രം ഒഴിക്കാനും സമ്മതിക്കത്തില്ല. എന്താടാ? അതെ, നമ്മുടെ കരോള് ആ അങ്ങ് കിഴക്കമ്മൂലയിൽ തുടങ്ങി എങ്ങനെ ഉണ്ടാവും? അതായത് നമ്മുടെ കുട്ടിച്ചന്റെ വീട് ഇരിക്കണ കിഴക്കൻ മൂലയിലാണ്. അപ്പൊ നല്ല കാര്യത്തിന് പോകുമ്പോ കിഴക്കെന്ന് തുടങ്ങുന്നതാണ് നല്ലതെന്ന് പണ്ടുള്ളവര് പറഞ്ഞിട്ടുണ്ട്. എടാ അങ്ങനെയൊക്കെ ഉണ്ടോടാ? അങ്ങനെയൊക്കെ ഉണ്ട്, കാരണം അത് ഐശ്വര്യമാണ്. അവിടെ പോയ ഒരുപാട് പൈസ കിട്ടും. ഓ അങ്ങനെ. അപ്പൊ ഈ കാര്യം ഒന്ന് നിങ്ങള് ചിമ്മിനോട് പറഞ്ഞ് സമ്മതിപ്പിച്ച് നിക്കണം. കാരണം പുള്ളിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല ഇതില്. നിരീശ്വരവാദിയാണ് പന്നി. ഞങ്ങള് പറഞ്ഞ പുള്ളി കേൾക്കൂല. നിങ്ങളാവുമ്പോ നിങ്ങളെ നല്ല ബഹുമാനമാണ്. അത് കുഴപ്പമില്ലടാ, ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ പോയി ബാക്കിയുള്ള പരിപാടികൾ വേഗം സെറ്റ് ചെയ്യും. ഓക്കെ നിങ്ങൾ വന്നേ. പറഞ്ഞാലും മനസ്സിലാവില്ലേ? ബ്രോ നമ്മൾ എന്തായാലും ഇപ്പൊ കരോൾ തുടങ്ങാൻ പോവല്ലേ? എന്റെ ഒരു കിടിലൻ ട്രാക്ക് ഉണ്ട്, ഒന്ന് play ചെയ്യ് bro. വേണ്ട ഒന്ന് കേട്ടു നോക്കൂ. രക്ഷയില്ലാത്ത മൂടാണ് ബ്രോ. പാട്. ഉണ്ണി പറഞ്ഞടാ, സ്റ്റാർ തൂക്കടാ. ഇവനൊന്ന് നോക്കിടാ. രാജമിനി നീ ഒരു കാര്യം പറയട്ടെ. ഒരു കാര്യം പറഞ്ഞിട്ട് വാ. വെള്ളത്തിലിട്. അല്ല കോസ്റ്റ്യൂം ഒക്കെ ഓക്കെ അല്ലേ? കോസ്റ്റ്യൂം ഒക്കെ റെഡിയാ, പോ നമുക്ക്. റെഡിയാ. നമുക്ക് ആ കുട്ടിയച്ഛന്റെ വീട്ടിൽ നിന്ന് തുടങ്ങിയാലോ കരോള്? അതെന്തിനാ കുട്ടിച്ചന്റെ വീട്ടിൽ നിന്ന് തുടങ്ങണേ? അത് എന്തുവെന്ന് വെച്ചാലേ, എന്റെ ഒരു അറിവ് വെച്ചിട്ട് ഈ ഭൂമിശാസ്ത്ര പ്രകാരം കിഴക്കൊന്ന് തുടങ്ങുന്നത് ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ തുടങ്ങിയ നല്ല കാശ് കിട്ടൂടാ. എങ്ങനെയുണ്ട് പരിപാടി? എന്റെ പൊന്ന് ഹരിയേട്ടാ, കുട്ടിച്ചന്റെ വീട്ടില് 3 പെൺപിള്ളേരുണ്ട്. അതിലൊരുത്തിയെ ഈ അതില് വളയ്ക്കാൻ നടക്കണ കാര്യം നിങ്ങൾക്ക് ഇത്രയും നാൾ അവന്റെ കൂടെ നടന്നിട്ട് അറിയില്ലെങ്കിൽ നിങ്ങള് പൊട്ടനാണ്. ഒന്നും ഒന്നും പറയണ്ട.
ഇങ്ങ് വന്നേ. ആ, എന്താ ചിമ്മിനി? ചിമ്മിനി നിനക്ക് ആദ്യം കുട്ടിച്ചന്റെ വീട്ടിൽ തന്നെ കയറണല്ലടാ. അല്ല ഐശ്വര്യം തുടങ്ങണ അവിടെ നിന്ന്. അതെ, ഒന്നും പറയണ്ട, എവിടെയും കയറാൻ പോണില്ല, കേട്ടല്ലോ? കേട്ടോ? അല്ല ചിമ്മിനി, നാളെ അവള് ബാംഗ്ലൂർക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും വേണ്ട, അങ്ങനെ പറയല്ലേ ചിമ്മിനി. വേണ്ട, നടക്കില്ല. വന്നേ. സാധനം എടുത്തേ. എല്ലാവരും വന്നേ. നിന്റെയൊക്കെ ശാസ്ത്രം വെച്ചാൽ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. നിന്റെയൊക്കെ ശാസ്ത്രം വെച്ചാൽ ഉണ്ടാക്കിയാൽ മതി. നീ വാടാ, നീ വാ. കുട്ടിച്ചന്റെ എടാ എല്ലാരും പോരും. എന്റെ കാര്യത്തിൽ ഇനി വീട് കുറെ കയറിയാലേ പൈസയുടെ കാര്യം സെറ്റ് ആവത്തുള്ളൂ കേട്ടോ. എന്റെ ഹരിയേട്ട അതൊക്കെ സെറ്റാക്കാം. ആ സെറ്റ് ആക്കിയാൽ മതി. ഞാൻ മര്യാദ പറഞ്ഞാണ് കുട്ടിച്ചന്റെ വീട്ടിൽ നിന്റെ കുട്ടിച്ചൻ മിണ്ടരുത്. എന്റെ പൊന്നു ചിമ്മിണി, തവള കുഞ്ഞ് എനിക്ക് അങ്ങോട്ട് പിടിക്കലടാ, കുറെ നേരെ കിടന്ന് തുള്ളണം. വിട്ടുകളടാ. ബ്രോ അടുത്ത വീട്ടിൽ കയറുമ്പോഴേ പുതിയ ട്രാക്ക് അങ്ങോട്ടൊന്ന് ഒന്ന് പ്ലേ ചെയ്താലോ? വേണ്ട ജാക്സൺ. ബ്രോ നൈസ് ബീറ്റ് ആണ് ബ്രോ. എടാ അവനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ. ഹരിയേട്ടാ, ഇവനെ കൊണ്ടുവന്നേ ആളെ തേക്കാനാ, പാട്ട് പാടാനല്ല. അതിന് വേറെ ആൾക്കാരുണ്ട് ഇവിടെ. നിർത്തിക്കേ ഒരു ശബ്ദം കേൾക്കുന്നില്ല. പണിയായ അതേലോ. പാവം ചേട്ടൻ 50 രൂപ തന്നല്ലേ? അതെ അതെ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഒരു കേക്കും കൂടി കിട്ടിയെങ്കിൽ പൊളിച്ചാനെ അല്ലേ? അതെ. നേരത്തെ ഇറങ്ങിയ ഇവന്മാരെന്താണ് ഇവിടെ? അതെനിക്ക് അങ്ങനെ അറിയാം. ഞാൻ ഇപ്പോഴേ ഒരു കാര്യം പറയാ, ഇമ്മാരൊക്കെ മുളയിലും ഇടേണ്ട കേസാണ് കേട്ടോ. മുളയിലേന്നുള്ള വരട്ടെ. പരിപാടിക്കുള്ള ആളായില്ലേ? പക്ഷെ ഇവന്മാര് വരുവോടാ? അതൊക്കെ സെറ്റാക്കാം. എന്റെ ഒരു ഐഡിയ ഉണ്ട്, നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് തന്നാ മതി. എന്താ ഉടായ്പുണ്ടോ? നീയൊക്കെയല്ലടാ പറഞ്ഞ കരോളിനിറങ്ങണം. അത് നിങ്ങളുടെ കൂടെ വരുന്നില്ലെന്നല്ലേ പറഞ്ഞോളൂ. അങ്ങനെ 2 ടീം ഇവിടെ വേണ്ട. ഞങ്ങൾ ബാക്കുള്ള വീട്ടിൽ കയറിക്കോളാം. നിങ്ങള് രണ്ടും കൽപ്പിച്ചാണ്. അപ്പൊ ആണെങ്കി ഈടെ തൊമ്മ അവിടെയല്ലടാ പണ്ട് നമ്മുടെ സുരേഷ് ഏട്ടൻ തൂങ്ങി മരിച്ചേ. അതെ, പുള്ളിക്കാണെ പിള്ളേരെന്ന് പറഞ്ഞ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാണുന്ന മാവിലാണ് പുള്ളി തൂങ്ങി മരിച്ചത്. പുള്ളിയുടെ ആത്മാവ് ഇവിടേക്ക് ഇപ്പോഴും കറങ്ങിടക്കണ്ടെന്നാണ് കേട്ട് കേൾവി. പുള്ളിക്ക് പിള്ളേരൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നീ ഓരോന്ന് പറഞ്ഞ് പിള്ളേരെ പേടിപ്പിക്കടാ. മക്കളെല്ല കേട്ടോ, ഞങ്ങള് വേണ്ട ആ വഴിക്കാം. അതെ, പേടിച്ചിട്ടുണ്ട്. അമ്മളോട് പോണോ? എനിക്ക് പേടിയാ. എന്നാലും പോയേക്കാം. പോയാലോ? അതെ, കണ്ടോണം, അവന്മാര് ഇപ്പൊ വരും. വരട്ടെ. അങ്ങനെ പോണോ? പോവാം. ശരി. അതെ, ഞങ്ങള് നിങ്ങളോട് വരുന്നു. ഓ വേണ്ടടാ, ഇപ്പൊ തന്നെ ആള് കൂടുതലാ. അയ്യോ വേണ്ട. അതെങ്ങനെ ഞങ്ങീ വഴിക്ക് ഒറ്റക്ക്? ഞങ്ങള് നിങ്ങളോട് വരാം. ഓ എന്നാ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്ത് കണ്ടീഷൻ? കിട്ടുന്നതിന്റെ 50-50. ഓക്കെ 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 ഡീൽ. എന്തായാലും വരുമല്ലേ? ദാണ്ട് ഇത് വെച്ചോ. കൈ കാണിക്ക്. പോയേക്കാം. പോവാ, വാ. നടക്കടാ. നടന്നോ. ഹരിയേട്ടാ, ഇതിപ്പോ 2 വഴി ഉണ്ടല്ലോ. ഇനി എങ്ങോട്ടാ? നമ്മള് നേരെ അല്ലടാ വന്നേ. അപ്പൊ പിന്നെ നേരെ തന്നെ പോ. നമുക്ക് ഈ വഴി കൂടെ പോവാം. ഹരിയേട്ടാ പറഞ്ഞാൽ ശരി, നമുക്ക് നേരെ തന്നെ പോവാം. അതെ, നിന്നോട് ആരാ അഭിപ്രായം ചോദിച്ചേ? അതെനിക്ക് അഭിപ്രായം പറഞ്ഞ ജിമ്മിനി, രാത്രി ഈ പിള്ളേരെ കൊണ്ട് ഈ വഴിയെ പോയി എങ്ങനെയാ ശരിയാവുന്നേ? നമുക്ക് നേരെ തന്നെ പോവാം. എന്റെ ഹരിയേട്ടാ, ഈ വഴി തന്നെ പോയാ മതി. ഇപ്പൊ ഞാൻ പറയണ കേട്ടാ മതി എല്ലാരും. ഈ വഴി പോവാം. കണ്ണും കാത്തിരുന്നോ മണ്ണിലൊരു പൈതലിനാ കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറന്നുവെന്ന്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഇറങ്ങി പോരാട്ടെ, നേരാണ്. ഇങ്ങനെ എനിക്കറിഞ്ഞൂടാ, ഞാനോട് ആദ്യമായിട്ടാണ്. സൈക്കോള് മനുഷ്യന്മാരെന്നാണ് പിള്ളേരെ ഇവർ ജന്മന അങ്ങനെയാ. അയ്യോടാ,
തനിക്ക് അത് തന്നെ വേണം. എടാ മക്കളെ, നിങ്ങൾ കരോള് കഴിച്ച് ക്ഷീണിച്ചു വന്നതല്ലേ? അതെ. വിശക്കണുണ്ടല്ലേ? ആ അതെങ്ങനെ മനസ്സിലായി? നല്ല വിശപ്പുണ്ടായിരുന്നു. ഇവിടെ നിക്കടാ. എടി മോളെ, പിള്ളേർക്ക് കുറച്ച് കേക്ക് എടുത്തേടി. എടി എന്ത് പോക്കടി പോകുന്നത്? പിള്ളേർ എണ്ണം എടുത്തിട്ട് പോടി. 3, 5, 7, 9, 11 ഒരു 11 പീസ് കേക്ക് എടുത്തുണ്ടോ? ഓയ് 5 ചെറുത് മതിയേ, പിള്ളേരാ. എന്തുരച്ചടയാണ് കേക്ക് തരാന്ന് പറഞ്ഞ തന്നെ വലിയ കാര്യം. വരുന്നില്ലല്ലോ. എടാ നോക്കി കണ്ട് എടുത്ത് കഴിക്കണം പിള്ളേരെ, കഴിക്കേ. അപ്പച്ചാ, എന്നടാ ഇതാരാ കേക്ക് കഴിക്കാത്ത? ശരിയാണല്ലോ. എടി മോളെ, നീ എണ്ണം കുട്ടിയാണോ കേക്ക് എടുത്തത്? എടുത്താ നന്നായത്. എടാ മക്കളെ, നിങ്ങൾ ആരാടാ കേക്ക് കഴിക്കാത്തത്? പാപ്പ എന്തി? ആ അതെ, ചിമ്മിഴി ചിമ്മിഴി ഇയാൾ ഈ നേരത്തെ അവിടെ പോയിക്കൊണ്ട് ചിമ്മിഴി. എന്താ ചേട്ടാ? ഏ? അതാ പാപ്പയുടെ. കാര്യം പറ. എന്താണെന്ന് പറയടി. ഓ, ശ്ശെ. ഓ പ്രിയപ്പെട്ട അപ്പച്ച, അമ്മച്ചി, ചേട്ടന്മാരെ, നിങ്ങളോട് ഞാനിത് പറയണമെന്ന് ഒരുപാട് തവണ ആലോചിച്ചു. നീ കരയാതെ പക്ഷേ ഇരിക്ക്. നീ കരയാതെ. നിങ്ങളിതിന് സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. എനിക്കൊരാളെ ഇഷ്ടമാണ്. അദ്ദേഹം എന്നെ കൊണ്ടുപോകാനായി ഇന്ന് കരോളുകാരോടൊപ്പം ഇവിടെ എത്തും. ഞാൻ അദ്ദേഹത്തോടൊപ്പം പോകുന്നു. നിങ്ങൾ എന്നെ അനുഗ്രഹിക്കണം എന്ന് സ്വന്തം മകൾ ആനി. എന്നാലും എന്റെ അപ്പച്ചോ, ഞങ്ങളല്ലാതെ ഇന്ന് വേറെ ആരും കൂടെ കരോണ്ടോന്നേ അറിയേട്ടാ. പോയി പോയാ? എന്തൊക്കെയുണ്ട് അപ്പച്ച? അവരെവിടെ പറഞ്ഞില്ലേ, അവന്റെ വാലിട്ട് പൊട്ടിക്കടക്കും. ശരിയാ പച്ച. ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ് ഒക്കെ അല്ലേ, കരോളം പറയാനല്ലേ? എടാ വിട്ടുവെക്കോ, അവൻ കരോളുണ്ടാക്കാൻ വന്നേക്കുന്നു. എടാ പൊക്കോ നീ, അല്ലേ നിന്നെ നിന്റെ തൈക്കുള്ള ഇവിടെ ഇട്ട് കത്തിക്കും. ഉള്ള കാര്യം പറയാ, വേഗം പൊക്കോ, അല്ലേ വന്ന് നിർത്തിട്ട് കത്തിക്കും. ആകെ മൊത്തം പുകഞ്ഞിരിക്കാണ്. ഞാൻ പോയാണ്. അന്ന് മുങ്ങിയാണമാര്, പിന്നെ ഇന്നാണ് പൊങ്ങള് വധൂരികള്. ആ സംഭവം കഴിഞ്ഞിട്ട് ഒരു വർഷമായടോ. എന്റെ പൊന്നു തൊമ്മാ, നീ അത് ഓർപ്പിക്കാടാ. നാട് മൊത്തം ദാരി. എന്തായാലും ആ നാടക്കണക്ക് പോകുന്നില്ലോ അതിയത്ത. പോയതന്നെ. എടാ എങ്ങനെ പോവാനാടാ, അമ്മാതിരി സ്ഫോടനമല്ലേ നമ്മുടെ നടന്ന്. നിന്നൊക്കെ തല്ലി നോക്കേ, ഒരു കാര്യമില്ലാണ്ടാവും മരണം കെട്ടിട്ടടിച്ച്.
എന്നാലും അവൻ നോക്കിട്ട് എന്ത് പണിയാണല്ലോ തന്നത്. എന്റെ പൊന്നടാ, നീ അവന്റെ കാര്യമൊന്നും മിണ്ടായിരിക്കേ. അവന്റെ കോപ്പിലെ കുപ്പിയും കരോളും. എടാ എന്നേലും അവനെ എന്റെ കിട്ടും. അന്ന് ഞാൻ അവനെ അടിച്ച് ഷേപ്പ് മാറ്റും. കിട്ടിയത് തന്നെ. ആദ്യം നീ മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിക്കും, പിന്നെ നീ തല്ല നടക്ക്. നിങ്ങൾ ഓരോന്നും പറഞ്ഞ് വെറുതെ മനുഷ്യന്റെ മൂടുകളയല്ലേ. എന്തായാലും മൂട് പോയി. നമുക്ക് ശാന്തേച്ചൊരു ഷാപ്പിൽ പോയി 2 അടിച്ചാലോ? അത് നല്ലൊരു ആശയമാണ് അല്ലേ? കള്ളൊന്നും എനിക്ക് വേണ്ട. അടിക്കുകയാണെങ്കിൽ ഞാൻ കൂടിയ സാധനം അടിക്കുള്ളൂ. കൂടിയ സാധനം കൂച്ചാൻ പോയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഇരിക്കണത്. വേണമെങ്കിൽ വന്ന് അടിക്കടോ. ആ കള്ളക്ക് കള്ള് പോവാ. എന്നാ പോയേക്കാം. ആ ഞണ്ടറി നല്ല ടേസ്റ്റ് ആയിരുന്നല്ലേ. പിന്നല്ല ഓ തോന്നി. ശാന്തേച്ച് നോക്കണം, ഞണ്ട് അടിപൊളിയാണ്. നിന്റെ ശാന്ത ചേച്ചി ഏത് വകയിലടാ? ഞാനേ പോയേക്കോട്ടാ. അല്ലടാ ഞാനുണ്ട്. ഉമ്മ നമുക്ക് ക്ലബിൽ പോയി ക്യാരംസ് കളിച്ചാലോ? എന്താടാ ഇതാവണല്ലേ തിമ്മിനിയാണാന്ന്. കൈയോട് പാടാ. ഇല്ലടോ, അവരെ തല്ലണ്ടടാ. മതി മതി. എടാ ഹരിയേട്ടാ മതി. എന്റെ പുറകെ ഓടോ, എന്റെ പുറകെ ഓടോ. ഓക്കെ ഇവനോട് ഞാൻ പറയണ്ട. എടാ ഞാൻ പറയണ കേക്ക്. നീ ഒന്നും പറയണ്ട. കരോളിന്റെ പേര് പറഞ്ഞു.
ചെരുപ്പിലടിക്കാ പന്നീന്. കൊടുക്കണം കൊടുക്കാനുണ്ട്. എടാ എടാ എനിക്ക് പറയാനുള്ളൂ ഒന്ന് കേക്കടാ. കോപ്പം പറയടാ. ഹരിയേട്ടാ എനിക്ക് പറയാനുള്ള കേട്ടിട്ട് നീക്കെന്നെ കൊന്നോ? ഇതിക്കുള്ള എന്ത് പറയാനാടാ? അവന് കൊടുക്കാനുള്ളതൊക്കെ നമ്മൾ കൊടുത്തല്ലോ. ആ ഇനി അവൻ പറയട്ടടാ. ആ പറയടാ. ഞാൻ മനഃപൂർവ്വം ചെയ്തല്ല. ഞാനും അവളും തമ്മില് പള്ളിയിൽ സൺഡേ സ്കൂളിൽ പഠിക്കണ കാലം തുടങ്ങിയ ബന്ധം. എടാ പട്ടി, നീ അപ്പൊ ഞങ്ങളെ പറ്റിക്കരുതല്ലടാ. എനിക്ക് പറയാനുള്ളത് കേക്കടാ. എടാ ഞാൻ ജീവിതത്തില് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഓരോരു പെണ്ണ അവളാടാ. അവളെ ഞാൻ എങ്ങനെയാ വിട്ടുകൊടുക്ക? ആ കരോളുടെ 2 ദിവസം മുമ്പ് അവിടെ വെച്ച് തന്ന് ആ എരുമ ചേട്ടന്മാരും കൂടി വന്ന് എന്നെ ഒരുപാട് തല്ലിടാ. ഞാൻ എങ്ങനെയാടാ അവളെ വിട്ടുകളയാ? അവളാണെ ഞാനെ ചത്തളയെന്നാ പറയണേ. അവിടെ എത്താ ഞാനും ചാവും. അവളുടെ ചേട്ടന്മാരുടെ തന്തകളും ഞാൻ എങ്ങനെ പിടിച്ചു നിൽക്കും? എടാ തൊമ്മ നീ പറയടാ. കരയല്ലേ ചിമ്മിണി. എനിക്ക് ആരുമില്ലടാ. എടാ ചിമ്മിനി പിന്നെ ഒരുപാട് തല്ലിയോടാ. എന്നെ പട്ടിയെ തള്ള പോലെ തല്ലിടാ. നിങ്ങൾക്കൊരു കുഴപ്പം വരണമെന്ന് വെച്ചാ ഞാനിതൊന്നും പറയാതിരുന്നേ. അതുകൊണ്ട് ഞങ്ങൾക്കൊരു കുഴപ്പം ഉണ്ടായില്ലല്ലോ. അതിനെക്കൂട്ടാ എന്നോട് ക്ഷമിക്കടാ. എടാ അവന്മാര് നമ്മളെ എല്ലാം തല്ലി നാട്ടുകാരുടെ മുന്നേ നമ്മുടെ വിലയെല്ലാം കളഞ്ഞു. ഇനി നമുക്ക് തിരിച്ചടിക്കാനുള്ള സമയം. വേണ്ട വിനിക്കുട്ടാ, ഞാൻ കുറച്ച് നാളായിട്ടു അവളായിട്ട് സമാധാനത്തോടെ ജീവിച്ചു തുടങ്ങിയിട്ട്. എടാ വേണ്ടടാ. നിന്റെ മാത്രം മറ്റന്നാളല്ലടാ ക്രിസ്മസ്. നമുക്ക് അവസാനമായിട്ട് ഒരു കരോള് കൂടി അങ്ങ് വെക്കാം. എടുത്ത് വെക്കടാ. ഒടുക്കത്തവനായിട്ട് ഷഡ്ഡിടാൻ മറന്നല്ലോ. ഹരിയേട്ടാ ഇത് വേണോ? വേണം. നാട്ടിക്കോ. ഹാപ്പി ക്രിസ്മസ് മക്കളെ. കൊള്ളാലോടാ മക്കളെ. ഈ പുതിയ പിള്ളേരുടെ ഓരോരോ കാര്യേ
എല്ലാവരും പപ്പാഞ്ചിമാരാണല്ലേ? സംഭവം വളരെ കളറായിട്ടുണ്ട്. നമ്മക്കൊന്ന് അടിച്ചു പൊളിക്കണം. തലേന്ന് അടിച്ച് പൊളിച്ചാലാടാ കള്ളക്കളവാ. എന്താണ് പിള്ളേരെ ഒന്നും മിണ്ടാണ്ട് നിൽക്കുന്നത്? മനസ്സിലായി. ഹരിയേട്ടാ, പുള്ളിക്കേ നമ്മ അടിക്കാമെന്നാന്ന് മനസ്സിലായി തോന്നുന്നു കേട്ടോ. നിങ്ങക്ക് വിശക്കുന്നുണ്ടല്ലേ? എടി മോളെ, പിള്ളേർക്ക് കുറച്ച് കേക്ക് എടുത്തിട്ട് പോന്നേടി. ഇപ്പൊ വരും കേട്ടാ. നിങ്ങൾ ഇപ്പൊ വരും. ഉപ്പേരിയാ ക്രിസ്മസിനാ ഇടയ്ക്ക് ഇങ്ങോട്ട് വെക്കടേ. ഓഹോ, വീണ്ടും പ്ലം കേക്ക്. എടാ വേണ്ട, കേക്ക് കൂട്ടുന്ന വെച്ചേക്കണ, എടുത്ത് കഴിക്കടാ. വന്നെടുക്കടാ, എടുത്ത് കഴിയടാ പിള്ളേരെ. അതില്ലേ ഹരിയേട്ടാ, അത് കേക്ക് വെച്ചിട്ട് പ്രതികാരം ചെയ്താൽ മതി. എടാ മക്കളെ, കേക്ക് എടുത്ത് കഴിക്കടാ. വാടാ മക്കളെ, വിഷമം ഹരിയേട്ടാ. വാടാ, എടുത്ത് കഴിക്കടാ. ഞാൻ വരാൻ പറ്റാ. ഹായ്, കേക്ക് എടുത്തോട്ടെ. കാര്യം പറടി. എന്താ പറ. നമ്മുടെ അളമാരിയിലിരുന്ന പൊന്നും പണവും എല്ലാം പപ്പാഞ്ഞി എടുത്തോണ്ട് പോയി. പപ്പാനിയോ? ഏത് പാപ്പ? ചിമ്മിനിടാ. ഞാൻ പറയണ പോലെ ചെയ്യാൻ പറ്റുമോ? എടി അതിപ്പോ ഞാൻ എങ്ങനെ? നിങ്ങക്ക് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരാൻ ഭയങ്കര ധൈര്യമായിരുന്നല്ലോ. എടി അതുപോലെയാണ് ഇത്. അതുപോലെ തന്നെയാണ് ഇതും. എന്റെ അപ്പച്ചനാണെങ്കിൽ അത് ഉപയോഗിക്കാൻ പോണില്ല. എന്റെ 2 പൊട്ടൻ ചേട്ടന്മാർക്ക് അത് ഉപയോഗിക്കാനോ അറിയില്ല. എടി എന്നാൽ ഈ മോഷണം എന്നൊക്കെ പറഞ്ഞാ ഞാൻ എങ്ങനെ? എനിക്ക് അവകാശപ്പെട്ട സാധനം എന്റെ വീട്ടിൽ നിന്ന് എടുക്കുമ്പോ അതെങ്ങനെ മോഷണാവും? നീ പറയണതൊക്കെ ശരി തന്നെ, പക്ഷെ മോഷണം എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ അത് ഒറ്റയ്ക്ക് ചെയ്യും? നിങ്ങളുടെ പഴയ കുറെ കൂട്ടുകാരില്ലേ, ആ മണ്ടന്മാരെ വിളിക്കും. അതും പറഞ്ഞ അവന്മാരുടെ അടുത്തേക്ക് എന്നാ എന്റെ കയ്യും കാലും തല്ലി പിടിക്കും. അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയണ പോലെയൊക്കെ ചെയ്യണം. പറ്റോ? നിങ്ങൾ ആദ്യം ആ മണ്ടന്മാരുടെ മുമ്പിൽ എങ്ങനെയെങ്കിലും എത്തിപ്പെടണം. അവർക്ക് സംശയമൊന്നും തോന്നരുത്. പിന്നെ നിങ്ങളുടെ സ്വഭാവം വെച്ച് ഓവർ ആക്ട് ചെയ്ത് കോള് നോക്കരുത്. നിന്റെ ശാന്ത ചേച്ചി ഏത് പകരടാ? ഞാനേ പോയേക്കോട്ടാ. പിന്നെ അവന്മാരുടെ മുന്നിൽ ചെന്ന് വെട്ട എന്തായാലും തന്നെ പഞ്ഞിക്കിടും. കുറച്ചൊക്കെ സഹിച്ചാലും കുഴപ്പമില്ല. എന്റെ ജീവിതത്തില് ആദ്യമായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചൊരു പെങ്കൊച്ചാണ് അവള്. അവിടെ ഞാനെങ്ങനെയാ വിട്ടുകളയാ? എല്ലാ കൂട്ടുകാരും വീഴുന്നത് ഒരേ ഒരു കാര്യത്തിലാ, സെന്റിമെന്റ്സ്. അതങ്ങട് ആവശ്യത്തിന് വാരി വിതറുക. പിന്നെ നീയൊന്നും ചെയ്യണ്ട, ബാക്കിയൊക്കെ ആ മണ്ടന്മാർ നോക്കിക്കോ. ആ കാരോളുടെ 2 ദിവസം മുമ്പ് അവിടെ വെച്ച് തന്ന് എരുമ ചേട്ടന്മാരും കൂടി വന്ന് എന്നെ ഒരുപാട് തല്ലി. മണ്ടന്മാര് വിശ്വസിച്ചെന്നു. മറ്റന്നാളല്ലടാ ക്രിസ്മസ്. അവസാനമായിട്ട് നമുക്കൊരു കരോളുകൂടി അങ്ങ് നോക്കാം.
വീട്ടിലെ തെളിക്കുന്ന 100 സ്റ്റാർ ആളുകൾ വെക്കുന്ന കൊണ്ട് വാഴ് ന്യൂ ഇയർ നടക്കുന്ന വാഴ്വാക്ക്